കറുപ്പും വെളുപ്പിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ശനിയാഴ്ച രാത്രി 7:30 മണിക്ക് ഇടുക്കിയിൽ ഒരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്തിട്ട് വന്ന ശ്രീ മറുനാടൻ ഷാജൻ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പുറകെ മറ്റൊരു വാഹനം കൊണ്ടിരിക്കുകയും അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അതെങ്ങനെ നോക്കിയാണ് ഇതിന്റെ കേസിന്റെ വിശദ വിവരങ്ങൾ പുറത്തു വരുന്നതുവരെ നമ്മളൊരു പ്രത്യേക നിഗമനത്തിൽ എത്താൻ സാധിക്കില്ല. ചിലപ്പോൾ ഇതൊരു വാഹന അപകടവും തുടർന്നുണ്ടായ ഒരു കയ്യേറ്റവും എന്നുള്ള രീതിക്ക് കേരള പോലീസ് എഴുതി തള്ളാൻ സാധ്യതയുണ്ട്. സ്വപ്ന സുരേഷിനെതിരായി സർക്കാരിനെ വീഴ്ത്താൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ 14 ഡിവൈഎസ്പിമാരുടെയും എസ്പിമാരുടെയും അന്വേഷണ സംഘത്തെ നിയമിച്ച സർക്കാരാണ്. അതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് എന്തും ചെയ്യാൻ സാധിക്കും. ഒരു മാധ്യമ പ്രവർത്തകനെ വാഹനാപകടത്തിൽപ്പെടുത്തി കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ചിലരുടെയൊക്കെ പേരുകൾ നമുക്ക് മുമ്പിൽ വരുന്നുണ്ട്. സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് നിന്ന് അപകടത്തിൽപ്പെട്ട് മരിച്ച ഒരാൾ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ മരണത്തിൽ വളരെ അനുഭവം പ്രകടിപ്പിച്ച ഒരാളായിരുന്നു ശ്രീ ഷാജൻ സ്കറിയ. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ചില ക്വാറിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. എന്തായാലും ക്വാറി നടത്തുന്നവർക്കെല്ലാം മാധ്യമപ്രവർത്തകർ ശത്രുതാപക്ഷത്താണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇവരിൽ നിന്നെല്ലാം കൃത്യമായി പിരിവ് വാങ്ങിക്കുന്നത് രാഷ്ട്രീയക്കാർ. അപ്പോൾ ക്വാറിക്കാർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരും ഒരു ചേരിയിലും പത്രപ്രവർത്തകർ വേറൊരു ചേരിയിലും നിൽക്കുന്നത് വളരെ സ്വാഭാവികമാണ്. ഇപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് കേരള ഗവൺമെന്റിന്റെ പോലീസിലെ വിശ്വാസമില്ലാതെ കേരള സർക്കാരിന്റെ തലവനായ ഗവർണർ സെൻട്രൽ റിസർവ് പോലീസിനെ വിളിക്കുകയും അവരുടെ സെക്യൂരിറ്റിയിലാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. ഇത് നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന നാണം കെട്ട ഒരവസ്ഥയാണ്. ആ സംസ്ഥാനത്തിന്റെ മേധാവിക്ക് ആ സംസ്ഥാനത്തിന്റെ പോലീസിൽ വിശ്വാസം ഇല്ലായ്ക എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായ ഒരു ഭരണപരാജയം തന്നെയാണ്. ഇനി ശ്രീ ഷാജൻ സ്കറിയക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ച സ്ഥിതിക്ക് അദ്ദേഹം ചിലപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ ചോദിക്കുമായിരിക്കാം. ഇദ്ദേഹത്തെ ആക്രമിക്കാൻ കൂട്ടുനിന്നവര്, ഇദ്ദേഹത്തെ വേട്ടയാടാൻ കൂട്ടുനിന്നവര് തന്നെ അവരുടെ സംരക്ഷണയിൽ ഷാജൻ സ്കറിയ പോവുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനേക്കാളും വലിയ റിസ്ക്കാണ്. ഇപ്പോഴൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സംവിധാനമെങ്കിലും ഉണ്ട്. മറ്റുള്ളവരെ അറിയിക്കാതെ യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനമെങ്കിലും ഉണ്ട്. പക്ഷേ പോലീസ് സംരക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓരോ മൂവ്മെന്റുകളും എതിരാളികൾക്ക് ചോർത്തി കൊടുക്കുന്ന ഒരു അവസ്ഥ കേരളത്തിൽ സംജാതമായി കഴിഞ്ഞാൽ വളരെ പരിഹാസ്യമായ ഒരു അവസ്ഥയായിരിക്കും ശ്രീ മറുനാടൻ ഷാജൻ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പ് ഉള്ള ഒരേ ഒരു വഴി കേരളത്തിന് പുറത്ത് ഇദ്ദേഹത്തിന്റെ സംവിധാനങ്ങൾ മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാര്യം ഈ ഒരു സാധാരണ ഒരു പൗരനെതിരായിട്ട് വധഭീഷണി ഉണ്ടെങ്കിൽ സർക്കാരിന്റെയും പോലീസിന്റെയും സഹായമാണ് തേടേണ്ടത്. സർക്കാരിന്റെയും പോലീസിന്റെയും മൗനാനുഭവത്തോടെ അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഒരാൾക്ക് പത്രപ്രവർത്തനം നടത്താൻ പറ്റത്തില്ല. അപ്പോൾ ആകെ ഉള്ള ഒരു വഴി എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരന് കേരളത്തിൽ നിന്ന് വിട്ട് നിന്ന് മാധ്യമ പ്രവർത്തനം നടത്തേണ്ട ഒരവസ്ഥ വരെയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാവും ഏത് സമയവും. ഈ ഇത്തരം ഒരു അറ്റാക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പ്രത്യേകിച്ചും ഇദ്ദേഹത്തെ ഇംഗ്ലണ്ടിലെ എയർപോർട്ടിൽ വെച്ച് ആക്രമിച്ചെന്നും ചീത്ത വിളിച്ചു എന്നൊക്കെ പറയുന്ന ആള് കേരളത്തിലെ CPM-ന്റെ കോൺട്രവേഴ്സികളുടെ നടുക്ക് നിൽക്കുകയാണ്. അപ്പോൾ മറുനാടൻ ഷാജന് കൊടുക്കേണ്ട പണി കൊടുക്കേണ്ടവർ എന്തായാലും കൊടുത്തിരിക്കും. അത് ചിലപ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ടാവാം, ഇന്ത്യക്ക് വെളിയിൽ വെച്ചിട്ടാവാം, ഇടുക്കിയിൽ വെച്ചിട്ടാവാം, തിരുവനന്തപുരത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചിട്ടാവാം. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ശ്രീ ഷാജൻ സ്കറിയയുടെ സെക്യൂരിറ്റി വളരെ കൺഫ്യൂസിംഗ് ആണ്, വളരെ കോംപ്ലക്സ് ആണ്. ഒരു വ്യക്തി ഭരണകൂടത്തിനെതിരായിട്ട് നിൽക്കുമ്പോൾ പോലീസിന്റെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് മഠയത്തരമാണ്.
അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ പുറത്ത് എന്താണ് ഒരു അടുത്ത പോംവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനം വിട്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ഏക പോംവഴി. എന്തായാലും ഇതുവരെയും മുഖ്യധാര മാധ്യമങ്ങളിലെ പ്രവർത്തകരോ മുഖ്യ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരോ ഇതുവരെ ഇത്തരം ഒരു ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് ശക്തിയായി വന്നിട്ടില്ല എന്നുള്ളത് തന്നെ വളരെ നിരാശാജനകമാണ്. കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്ന, മാധ്യമത്തിന്റെ ഇൻഡിപെൻഡൻസിനെ പറ്റി പറയുന്ന, മാധ്യമങ്ങൾ നാലാം തൂണാണെന്ന് പറയുന്നവരൊക്കെ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേക്ക് മൗനം അവലംബിക്കുമ്പോൾ കേരളത്തിന്റെ പത്രപ്രവർത്തകരുടെ ഭാവി ദുലാസിലാണ്. ചിന്തിക്കുക, പ്രതികരിക്കുക. നന്ദി, നമസ്കാരം.